ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന മോഡ്യൂളിലെ 7th വീഡിയോ ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി അത് പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് ഫോർമുല. എന്താണ് ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി തന്നെ കിട്ടണം. എഫ് ഓഫ് ടി ഇറ്റ്സെൽഫ്, എഫ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഇറ്റ്സെൽഫ് ആണെങ്കിൽ ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഈ ടി ആണ് ഇതിന്റെ പീരിയഡ്. അപ്പൊ എഫ് ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരിയഡ് ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1/1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഈ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ആക്കിയാലേ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സാർട്ട് ടൂത്തഡ് വേവ് ഫംഗ്ഷൻ ഓഫ് പീരിയഡ് ക്യാപിറ്റൽ ടി defined by f of t equal to kt by t 0 less than small t less than capital T. അപ്പൊ ഇതെന്താണ്? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. പീരീഡ് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. അതേപോലെ ഫംഗ്ഷനും ഉണ്ട്, എഫ് ഓഫ് ടി ഈക്വൽ ടു കെ ടി ബൈ ടി. അപ്പൊ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോർമുല നമുക്ക് അറിയാലോ. എന്താണ്? എഫ് ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1/1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഈ ടിയും ക്യാപിറ്റൽ ടി ആണ്. അതാണ് പീരിയോഡ് ക്യാപിറ്റൽ ടി. നമുക്ക് എഫ് ഓഫ് ടി അറിയാമല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി. എഫ് ഓഫ് ടി എന്താണ്? ക്വസ്റ്റ്യൻ അറിയാം, കെ ടി ബൈ ക്യാപിറ്റൽ ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇവിടെ ഡി ടി ആണ്. അപ്പൊ ടിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സ്മാൾ ടിക്ക്. അപ്പൊ കെയും ക്യാപിറ്റൽ ടിയും കോൺസ്റ്റന്റ് അല്ലേ, അതിനെ വെളിയിലാക്കാം. കെയും ക്യാപിറ്റൽ ടിയും കോൺസ്റ്റന്റ് ആണ്, അതിനെ വെളിയിലാക്കുമ്പോൾ എന്താണ്? പിന്നെ ഒരു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഉണ്ട്. ബാക്കി എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? നമ്മുടെ ബെർണോളിസ് തിയറം ആണ്. അപ്പം വെളിയിലുള്ള എന്തൊക്കെയാണ്? കെ ബൈ ടി 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എസ് ടിക്ക് എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് മൈനസ്. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? ടിക്ക് 1 ആണ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസിന് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസും വീണ്ടും ഒരു മൈനസ് എസും കൂടെ വരും അല്ലേ. അടുത്ത് വരുന്നത് പ്ലസ് ആണ്. ഡെറിവേറ്റീവ് 0. അപ്പൊ ഇനി വേണ്ടല്ലോ. അപ്പൊ ഇവിടെ ക്ലോസ് ആക്കാം. എന്താണ്? ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ ടി ആണ്. നമുക്കിനി ലിമിറ്റ് ടിയും 0യും കൊടുക്കാം. എന്താണ്? സ്മാൾ ടിക്കാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ടിയും 0യും കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? അതായത് കെ ബൈ ടി 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി. ഇനി എന്താണ്? ഇത് മൈനസ് ആണ്. മൈനസ് ടി ബൈ എസ് ഇ റൈസ് ടു മൈനസ് എസ് ടി. കണ്ടോ? അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ടി കൊടുത്തപ്പോഴത്തേക്ക് സ്മാൾ ടിക്കാണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ ടി ഇ റൈസ് ടു മൈനസ് എസ് ക്യാപിറ്റൽ ടി ബൈ എസ് ഒരു മൈനസ് ആണ്. അടുത്തെന്താണ്? ഇത് പ്ലസ് എസ് സ്ക്വയർ എന്ന് വരും. അപ്പൊ മൈനസ് ആണ്. മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ക്യാപിറ്റൽ ടി ബൈ എസ് സ്ക്വയർ. ഇതല്ലേ? ഇത് പ്ലസ് ആണ്, എസ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇ റൈസ് ടു മൈനസ് എസ് ക്യാപിറ്റൽ ടി ബൈ എസ് സ്ക്വയർ. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താണ്? ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 അല്ലേ. ഇവിടെ എന്താണ്? ഇ റൈസ് ടു 0 അത് 1 ആണ്. ഇതെന്താണ്? ഇത് പ്ലസ് ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ലോവർ ലിമിറ്റ് ആയിട്ട് വീണ്ടും പ്ലസ് ആണ് വരുന്നത്. പ്ലസ് 1 ബൈ എസ് സ്ക്വയർ. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്ക്വയർ വേവ് ഫംഗ്ഷൻ ഓഫ് പീരിയഡ് 2a ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് ടി. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്ത് പറയുന്നുണ്ട്? പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നില്ല,
പക്ഷെ പീരീഡ് ടു എ ആണ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് ക്യാപിറ്റൽ അല്ല 2a. എന്താണ് ആ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്? നമ്മളെ ഫോർമുലയുള്ള ക്യാപിറ്റൽ ടി ഇല്ലേ പീരീഡ്, അതെന്താണ് 2a ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പീരിയോഡിക് ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പൊ എന്താണ് ഫോർമുല? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1/1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. ഇവിടെ നമ്മുടെ പീരീഡ് എന്താണ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 2a ആണ്. ഇങ്ങോട്ട് എഴുതാം. അപ്പം 1/1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടിക്ക് നമുക്ക് 2a എന്ന് കൊടുക്കാം. 2as ഇന്റഗ്രൽ 0 ടു ടിക്ക് 2a എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി എന്താണ്? 0 മുതൽ a വരെ k ആണ്. a മുതൽ 2a വരെ മൈനസ് k ആണ്. അപ്പൊ രണ്ട് ഇന്റഗ്രേഷൻ വേണം. അതായത് 1/1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as ഇന്റഗ്രൽ 0 മുതൽ a വരെ എന്താണ്? എഫ് ഓഫ് ടി k ആണ്. k ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ a മുതൽ 2a വരെ മൈനസ് k ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി ഇന്റഗ്രേഷൻ ചെയ്യാം. k കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇ റൈസ് ടു ഈ ടീക്കല്ലേ നമ്മൾ ചെയ്യണത്, ടീക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യണത്. അപ്പൊ k കോൺസ്റ്റന്റ്, k രണ്ടിലൊന്നും വെളിയിലാക്കാം. അപ്പൊ എന്താണ്? k/1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as. ബാക്കി എന്താണ്? ഈ k വെളിയിൽ പോയി കഴിഞ്ഞു. ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി തന്നെ. ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ലിമിറ്റ് 0 മുതൽ a വരെയാണ്. പ്ലസ് ഇവിടുത്തെ k വെളിയിൽ പോയി കഴിഞ്ഞു. അപ്പൊ അവിടെ മൈനസ് ആണ്. മൈനസ് എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടിക്ക് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. അതിന്റെ ലിമിറ്റ് a മുതൽ 2a വരെയാണ്. ഇനി ഈ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും നോക്കാം. അതായത് വെളിയിലൊരു k/1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as. അപ്പർ ലിമിറ്റ് a കൊടുക്കുമ്പോൾ എന്താണ്? നമ്മൾ സ്മാൾ ടിക്കാണ് a കൊടുക്കുന്നത്. അപ്പൊ ഇ റൈസ് ടു മൈനസ് as, ഒരു മൈനസ് ഉണ്ട്. ഇ റൈസ് ടു മൈനസ് as ബൈ എസ് അല്ലേ? അപ്പർ ലിമിറ്റ് a കൊടുത്തതാണ്. ഇ റൈസ് ടു മൈനസ് as ബൈ എസ്. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താണ്? ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് ആണ്. ലോവർ ലിമിറ്റ് ആണ് പ്ലസ് വരും. ഇ റൈസ് 0 1 ആണ്. 1 ബൈ എസ്. അപ്പൊ ഇതിന്റെ കാര്യമായി. ഇനി ഇതെന്താണ്? മൈനസ് മൈനസ് കൂടെ പ്ലസ് ആണ്. പ്ലസ് 2a ആണ് കൊടുക്കാൻ പോകുന്നത് ടിക്ക്. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 2as ബൈ ഒരു എസ്. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് ആണ്. ഇത് പ്ലസ് ആണ്. ലോവർ ലിമിറ്റ് ആയിട്ട് മൈനസ്. ഇ റൈസ് ടു മൈനസ് as ബൈ എസ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാം. അതായത് k/1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as വെളിയിലുണ്ട്. ഇത് രണ്ടും സെയിം ടേം അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ടൈംസ് എന്ന് വരും. നമുക്ക് ഇതിന് ആദ്യം എഴുതാം. ഇ റൈസ് ടു മൈനസ് 2as ബൈ എസ് മൈനസ് 2 ടൈംസ് ഇ റൈസ് ടു മൈനസ് as ബൈ എസ് പ്ലസ് 1 ബൈ എസ്. ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം? ഈ എസിനെ നമുക്ക് വെളിയിലാക്കാം. കോമൺ അല്ലേ? എസിനെ വെളിയിലാക്കാം. അപ്പൊ എന്ത് വരും? ആ എസും കൂടെ വെളിയിൽ പോരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തതാണ്. k ബൈ എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as. ബാക്കി എന്താണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് 2as മൈനസ് 2 ഇ റൈസ് ടു മൈനസ് as പ്ലസ് 1. ഇങ്ങനെ വരും. ഇതെന്തോന്നാണിത്? ഇത് നമ്മുടെ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ പോലെ അല്ലേ? അതായത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? നോക്കി നോക്ക്. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതായത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? k ബൈ എസ് ഇൻറ്റു നമുക്ക് ഇത് നോക്കാം. ഇതെന്താണ്? a സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആയിട്ടാണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് as മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് ഈ സംഭവം. ഇ റൈസ് ടു മൈനസ് asന്റെ സ്ക്വയർ ആണ് ഇ റൈസ് ടു മൈനസ് 2as
മൈനസ് അടുത്ത് 2 ടൈംസ് വരും 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് പ്ലസ് ഈ 1 ന്റെ സ്ക്വയർ 1. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി ഈ താഴെ കിടക്കുന്ന എന്താണ്? ഇതെന്ത് സംഭവമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അതായത് ഇവിടെ എന്താണ്? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എ എസ് അല്ലേ? കണ്ടോ, ഇത് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഓർമ്മ വരുള്ളൂ. എന്താണ് ഇത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയാണ്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 1ന്റെ റൂട്ട് 1 ഇ റൈസ് ടു മൈനസ് 2a മൈനസ് വരും. ഇ റൈസ് ടു മൈനസ് 2a റൂട്ട് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു പിന്നെ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എ എസ്. കണ്ടോ, ഇങ്ങനെ ഇതെന്താണ്? ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇത്രയും മാറ്റി കഴിഞ്ഞാൽ ഇനി എന്താണ്? ഇതിലൊന്ന് നമുക്കിപ്പോ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ തന്നെയാണ് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ തന്നെയാണ് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? അതായത് കെ ബൈ എസ് ഉണ്ട്. അതിനെങ്ങനെ എഴുതാം? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് ദ ഹോൾ സ്ക്വയർ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എ എസ്. ഇങ്ങനെ എഴുതാം. ഇതെന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ തന്നെയാണ് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് നമ്മൾ തിരിച്ചിട്ടുന്നേ ഉള്ളൂ. എന്തിനാണ്? നമുക്ക് അപ്പൊ ഒരു ടേം വെട്ടിക്കളയാം. അപ്പൊ ഒരു ടേം വെട്ടിക്കളയുമ്പോൾ ബാക്കി എന്ത് വരും? കെ ബൈ എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എ എസ്. കണ്ടോ, എന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ട്രയാങ്കുലർ വേവ് ഫംഗ്ഷൻ ഓഫ് പീരിയഡ് 2a എന്ന് പറയുമ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരിയോഡ് 2a ആണ്. അതായത് ക്യാപിറ്റൽ ടി എത്ര? പീരിയോഡ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 2a. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്. 0 മുതൽ എ വരെ ടി ആണ്. എ മുതൽ 2a വരെ 2a മൈനസ് ടി. അപ്പൊ നമുക്ക് എന്താണ്? 2 ഇന്റഗ്രേഷൻ വേണ്ടി വരും. നമുക്ക് ആദ്യം എൽ ഓഫ് എഫ് ഓഫ് ടി ഫോർമുല എഴുതാം. ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. ഫോർമുല മാത്രം എഴുതുമ്പോഴും നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. എന്ത് വരും? നമ്മുടെ ഫോർമുല 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതാണ് നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല. ഇവിടുത്തെ ക്യാപിറ്റൽ ടി എന്താണ്? 2a തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇങ്ങോട്ട് എഴുതാം. 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as ഇന്റഗ്രൽ 0 മുതൽ 2a. എഫ് ഓഫ് ടി എന്താണ്? നമുക്ക് ആദ്യം എഫ് ഓഫ് ടി എന്ന് എഴുതാം. എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി എന്താണ്? 2 ഇന്റഗ്രേഷൻ വേണം. അതായത് 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as. ഇനി എന്താണ്? ഇന്റഗ്രൽ 0 മുതൽ എ വരെ നമ്മുടെ എഫ് ഓഫ് ടി എന്താണ്? ടി ആണ്. ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി പ്ലസ് അടുത്ത് എ മുതൽ 2a വരെ നമ്മുടെ എഫ് ഓഫ് ടി എന്താണ്? 2a മൈനസ് ടി ആണ്. ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി 2 ഇന്റഗ്രേഷൻ ചെയ്യുന്ന കാര്യമുള്ളൂ. നമുക്ക് ചെയ്യാം. 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2as. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? നമ്മുടെ ബെർണോളി സീറോ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടിയുടെ ഡെറിവേറ്റീവ് 1 ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് അതായത് എസ് സ്ക്വയർ. കഴിഞ്ഞു. അടുത്തെന്താണ്? അടുത്ത് വരേണ്ടത് പ്ലസ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 0. അപ്പൊ പിന്നെ ബാക്കി വേണ്ടല്ലോ. ലിമിറ്റ് എന്താണ്? 0 മുതൽ എ വരെ. ഇനി അടുത്തൊരു ടേം വീണ്ടും ഉണ്ടല്ലോ. വീണ്ടും ഇന്റഗ്രേഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 2a മൈനസ് ടി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് മൈനസ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? 2a മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ എസ് സ്ക്വയർ. കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന പ്ലസ് ആണ്. ഡെറിവേറ്റീവ് വരുമ്പോൾ തന്നെ 0 ആയി തീർന്നല്ലോ.
ലിമിറ്റ് എന്താണ്? എ മുതൽ 2a വരെയാണ്. ഇനി നമുക്ക് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് 1/1 - e⁻²as വെളിയിലുണ്ട്. നമ്മൾ ഈ ടിക്ക് എ ആണ് കൊടുക്കുന്നത്. അപ്പർ ലിമിറ്റ് എ കൊടുക്കുമ്പോഴേ ഇത് മൈനസ് ആണ്. -a(e⁻as/s). അടുത്ത് മൈനസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻as/s². അപ്പർ ലിമിറ്റ് ആയി. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താണ്? മൈനസ് ആണ്. ഈ മൈനസ് കൊണ്ടാൽ പ്ലസ് ആകും. പക്ഷേ 0 ആണ്. ടി 0 ആണ്. ഇനി ഇവിടെ എന്ത് വരും? മൈനസ് ആണ്. ലോവർ ലിമിറ്റ് കൊണ്ട് പ്ലസ് വരും. e⁻0 1 ആണ്. 1/s². അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ എന്താണ്? ഇവിടെ വീണ്ടും അപ്പർ ലിമിറ്റ് 2a കൊടുക്കുമ്പോൾ 2a - 2a 0 ഇതില്ലല്ലോ. ഈ ടേം വരും. ഇത് പ്ലസ് ആണ്. പ്ലസ് e⁻²as/s². കണ്ടോ? ഇത് പ്ലസ് ആണ്. e⁻²as/s². ഇനി എന്താണ്? ലോവർ ലിമിറ്റ് ആണ്. ഇത് പ്ലസ് ആയതുകൊണ്ട് വീണ്ടും മൈനസ് വരും. മൈനസ് e⁻−as/s² ആണ്. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും 2 ടൈംസ് അല്ലേ? ഇനി ഇതൊരു മൈനസ് ടേം ആണ്. അത് 2 ടൈംസ് വരും. നമുക്ക് നോക്കാം. ഇവിടെ എഴുതി വന്നപ്പോഴത്തേക്ക് ഒരു ടേം വിട്ടുപോയി. ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഈ 3 ടേമും വരും. അടുത്ത് ഇതിനകത്ത് അപ്പർ ലിമിറ്റ് 2a കൊടുക്കുമ്പോൾ 2a - 2a 0 അതില്ല. അടുത്ത് പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടേം ആണ് ഇത്. അടുത്ത് ലോവർ ലിമിറ്റ് a കൊടുക്കുമ്പോൾ ഈ ടേം ഞാൻ എഴുതിയില്ല. എന്താണ് വരേണ്ടത്? അപ്പൊ നമുക്ക് അതിനെ ഒരിക്കൽ കൂടെ എഴുതാം. ഈ ടേം കൂടെ ഉണ്ട്. ഈ ടേം ലാസ്റ്റ് ടേം ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് a കൊടുക്കുകയാണെങ്കിൽ അപ്പൊ മൈനസ് ആണ്, പ്ലസ് ആകും. എന്താണ്? 2a - a ആണ്. a/s e⁻−as. ഇനി ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോൾ പ്ലസ് മൈനസ് ആണ്. e⁻−as/s² എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും സെയിം ടേമിന്റെ പ്ലസ് മൈനസും അല്ലേ? അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോകുമല്ലോ. പിന്നെ എന്താണ്? ഇതും സെയിം ടേം അല്ലേ? രണ്ടും കൂടെ -2 ടൈംസ് ഒന്ന് ആഡ് ചെയ്യാം. അതായത് 1/1 - e⁻²as ഇൻറ്റു എന്തെഴുതാം? നമുക്ക് ഈ 1/s² ആദ്യം എഴുതാം. 1/s² -2 ടൈംസ് e⁻−as/s². ഇനിയുള്ളത് ഏതാണ്? പ്ലസ് e⁻²as/s². ഇതല്ലേ? അപ്പൊ നമുക്ക് ആ s² കൂടെ വെളിയിലാക്കാമല്ലോ. അപ്പൊ എന്ത് വരും? 1/s² ഇൻറ്റു ഇതെന്താണ്? നമുക്ക് നേരത്തെ എഴുതിയ പോലെ a+b × a - b എന്ന് എഴുതാം. അതായത് 1 - e⁻−as ഇൻറ്റു 1 + e⁻−as എന്ന് എഴുതാം. ഇനി ആ ന്യൂമറേറ്റർ എന്താണ്? 1 - 2 e⁻−as പ്ലസ് e⁻−2as അല്ലേ? അപ്പൊ നേരത്തെ എഴുതിയ പോലെ അതിനെന്ത് എഴുതാം? ഇത് a-b² അല്ലേ? ഈ ടേം എന്താണ്? a-b² ആണ്. അതായത് ഇതിനെങ്ങനെ എഴുതാം? 1/s² 1 - e⁻−as ഇൻറ്റു 1 + e⁻−as. ഇതിനെങ്ങനെ എഴുതാം? 1 - e⁻−asന്റെ ഹോൾ² എന്ന് എഴുതാം. ഇനി എന്താണ്? മൈനസ് വരുന്ന ഒരു ടേം വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? 1/s² ഇൻറ്റു 1 - e⁻−as ബൈ 1 + e⁻−as. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. കണ്ടോ? ആ ഫോർമുല അറിയാമായിരുന്നാൽ പിന്നെ ആ ഇന്റഗ്രേഷന്റെ കുറച്ച് ഇത് അറിയണമെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫുൾ വേവ് റെക്ടിഫയർ ഫംഗ്ഷൻ f(t) ഈക്വൽ ടു e sin ωt 0 <t π/ω ഹാവിംഗ് പീരീഡ് π/ω. പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും പീരീഡ് π/ω എന്നുണ്ടോ എന്ന് വെച്ചാൽ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ടി എന്താണ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് π/ω ആണ്.
എന്താണ് പീരിയോഡിക് ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർമുല? L of f of t എന്ന് പറയുന്നത് ആദ്യം ഫോർമുല എഴുതും. 1/1 minus e raised to minus st integral 0 to t f of t e raised to minus st dt. ഇതാണ് എന്താണ് ക്യാപിറ്റൽ ടി തന്നിട്ടുണ്ട്, പൈ ബൈ ഒമേഗ. അതേപോലെ നമ്മുടെ എഫ് ഓഫ് ടിയും അറിയാം, പിന്നെ ഇന്റഗ്രേഷനേ ഉള്ളൂ. 1/1 minus e raised to minus s, ടിയുടെ വാല്യൂ ആണ് പൈ ബൈ ഒമേഗ. ഇന്റഗ്രൽ 0 to പൈ ബൈ ഒമേഗ. എഫ് ഓഫ് ടി എന്താണ്? ഇ സൈൻ ഒമേഗ ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി എന്താണ് നമ്മൾ ടിക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആണ് ഈ വെളിയിലാക്കാം. ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ ഒമേഗ ഇന്റഗ്രൽ 0 ടു പൈ ബൈ ഒമേഗ. അതെന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി ആദ്യം എഴുതാം. ഇ റൈസ് ടു മൈനസ് എസ് ടി സൈൻ ഒമേഗ ടി ഡി ടി. ഇതെന്ത് ഫോർമുലയാണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ ടി സൈൻ ബി ടി ഡി ടി പോലെയല്ലേ? അതിന്റെ ഫോർമുല നമ്മൾ ബൈഹാർട്ട് ആക്കിയിരിക്കേണ്ടതാണ്. എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ ടി സൈൻ ബി ടി ഇ റൈസ് ടു എ ടി സൈൻ ബി ടി ഡി ടി പോലെയാണ്. അപ്പൊ എന്താണ് ഫോർമുല? ഇ റൈസ് ടു എ ടി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇ റൈസ് ടു എ ടി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എന്താണ്? എ സൈൻ ബി ടി എ സൈൻ ബി ടി സൈൻ ആയിട്ട് മൈനസ് ബി കോസ് ബി ടി. ഇത് നമ്മൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം, കുറെ ഫോർമുല ബൈഹാർട്ട് ആക്കിയിരിക്കണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ ഒമേഗ. ഇനി എന്താണ്? നമ്മൾ ഇന്റഗ്രേഷൻ ഇത് അപ്ലൈ ചെയ്യണേ. അപ്പൊ ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. പിന്നെ എന്താണ്? മൈനസ് എസ് സൈൻ ഒമേഗ ടി മൈനസ് എസ് സൈൻ ഒമേഗ ടി. കണ്ടോ? ഈ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്യണതേ ഉള്ളൂ. ഇനി എന്താണ്? സൈൻ ആയിട്ട് മൈനസ് ഒമേഗ കോസ് ഒമേഗ ടി. ലിമിറ്റ് എന്താണ്? 0 ടു പൈ ബൈ ഒമേഗ. ഇനി ആ ലിമിറ്റും കൂടെ കൊടുത്താൽ മതി അല്ലേ? ലിമിറ്റ് കൊടുക്കാം. അതായത് ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ ഒമേഗ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് പൈ ബൈ ഒമേഗ ടിക്ക് കൊടുക്കുകയാണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. കണ്ടോ? അപ്പർ ലിമിറ്റ് കൊടുത്തയാണേ. ഇനി എന്ത് വരും? ഇതിനകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതായത് മൈനസ് എസ് സൈൻ ഒമേഗ പൈ ബൈ ഒമേഗ സൈൻ ഒമേഗ പൈ ബൈ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ ബൈ ഒമേഗ. അപ്പർ ലിമിറ്റ് കൊടുത്തതാണ്. നമുക്ക് ഇതിന്റെ വാല്യൂ അടുത്ത് എഴുതാം. ഇനി അടുത്ത് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താണ്? മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ മൈനസ് ഇ റൈസ് ടു 0 1. അപ്പം 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? സൈൻ 0 0. അപ്പൊ ഇതില്ല. ഇനി എന്ത് വരും? കോസ് 0 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഒമേഗയും കൂടെ ഉണ്ട്. മൈനസ് ഒമേഗ. കണ്ടോ? അപ്പർ ലോവർ ലിമിറ്റ് 0 കൊടുത്തപ്പോ ഇ റൈസ് 0 1. അത് ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് മൈനസ് ആണ്. 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഇവിടെ എന്താണ്? 0 കൊടുത്തപ്പോ ഇതില്ല, പക്ഷെ ഇവിടെ മൈനസ് ഒമേഗയും കൂടെ ഉണ്ട്. ഇനി എന്താണ്? നമ്മുടെ ഈ ഒമേഗയും വെട്ടിപ്പോകും. സൈൻ പൈ എന്താണ്? സൈൻ എൻ ബൈ 0. അപ്പൊ സൈൻ പൈയും 0 ആണ്. അപ്പൊ സൈൻ പൈ 0 അല്ലേ? കോസ് പൈ എന്താണ്? കോസ് പൈ എന്താണ്? കോസ് 180 മൈനസ് 1. അപ്പൊ അവിടെ എന്ത് വരും? അതായത് ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? കോസ് പൈ മൈനസ് 1 ആണ്. അപ്പൊ ഒമേഗയും കൂടെ വരും ഇവിടെ. ഒമേഗ അത് പ്ലസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഏതാണ്ട് ആൻസർ ആയി കഴിഞ്ഞു. ഇനി എന്ത്? കുറച്ചും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും?
ഒമേഗ വെളിയിലാക്കാം. അപ്പൊ ഈ ഒമേഗ ബൈ ഈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോമൺ അല്ലേ, അതും വെളിയിലാക്കാം. എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു എസ് പൈ ബൈ ഒമേഗ. ബാക്കി എന്താണ്? ഒമേഗ പോയി കഴിഞ്ഞു, ഇതും പോയി കഴിഞ്ഞു. ബാക്കി ഇവിടെ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് എസ് പൈ പ്ലസ് 1 എന്ന് വരും. ഇവിടെ എസ് പൈ ബൈ ഒമേഗ ഉണ്ട്, അത് വിട്ടുപോയി. ഇ റൈസ് ടു മൈനസ് എസ് പൈ ബൈ ഒമേഗ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫൈഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്, പക്ഷെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് തന്നിട്ടില്ല. ഇതിന്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് ടി പ്ലസ് 2π ബൈ ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരിയഡ് 2π ബൈ ഒമേഗ എന്നാണ് അല്ലേ? ഈ ഒരു ടേം കണ്ടാൽ മനസ്സിലാക്കാം എഫ് ഓഫ് ടി ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2π ബൈ ഒമേഗ. ബാക്കി ചെയ്യാലോ. പീരിയോഡിക് ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. നമ്മുടെ ക്യാപിറ്റൽ ടി ആണ് 2π ബൈ ഒമേഗ. അപ്പം 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ടിക്ക് 2π ബൈ ഒമേഗ ഇന്റഗ്രൽ 0 ടു 2π ബൈ ഒമേഗ എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതാണ് നമ്മുടെ ഫോർമുലയിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കിട്ടിയത്. ഇനി എന്താണ്? നമ്മുടെ എഫ് ഓഫ് ടി കൊടുക്കാം. എഫ് ഓഫ് ടി എന്താണ്? 0 മുതൽ π ബൈ ഒമേഗ വരെ ഈ സൈൻ ഒമേഗ ടി ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 0 ആണ്. പിന്നെ ഇത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. അതായത് 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2s π ബൈ ഒമേഗ. ഒന്ന് തിരിച്ചെഴുതിയേ ഉള്ളൂ. 2 ആദ്യം എഴുതി. മൈനസ് 2s π ബൈ ഒമേഗ ഇന്റഗ്രൽ 0 മുതൽ π ബൈ ഒമേഗ വരെ എഫ് ഓഫ് ടി എന്താണ്? ഈ സൈൻ ഒമേഗ ടി ആണ്. പിന്നെ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. നമ്മുടെ ഈ കോൺസ്റ്റന്റ് ആണ്. ഈ വെളിയിലാക്കാം. ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2π എസ് ബൈ ഒമേഗ. ഇനി എന്ത് വരും? ഇന്റഗ്രൽ 0 ടു π ബൈ ഒമേഗ. നമുക്ക് ഇ റൈസ് ടു മൈനസ് എസ് ടി ആദ്യം എഴുതാം. ഇ റൈസ് ടു മൈനസ് എസ് ടി സൈൻ ഒമേഗ ടി ഡി ടി. ഇതെന്താണ്? നമ്മൾ നേരത്തെ എഴുതിയ അതേ ഫോർമുല. ഇന്റഗ്രൽ ഇ റൈസ് ടു എ ടി സൈൻ ബി ടി ഡി ടി. എന്താണ്? ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം വെളിയിലുള്ള ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2π എസ് ബൈ ഒമേഗ. ഇനി എന്താണ്? നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി അടുത്തെന്താണ്? മൈനസ് എസ് സൈൻ ഒമേഗ ടി മൈനസ് എസ് സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ കോസ് ഒമേഗ ടി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ അതേ ഫോർമുലയാണ്. ലിമിറ്റ് എന്താണ്? 0 ടു 2π ബൈ ഒമേഗ. 2π ബൈ ഒമേഗ അല്ല, π ബൈ ഒമേഗ ഉള്ളൂ. കാരണം π ബൈ ഒമേഗ വരെ നമ്മുടെ ഫംഗ്ഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 0 ആണ്. പിന്നെ അത് വേണ്ടല്ലോ. 0 മുതൽ π ബൈ ഒമേഗ. ഇനി എന്താണ്? നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ അപ്ലൈ ചെയ്താൽ മതി. ഇ ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2π എസ് ബൈ ഒമേഗ. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ടിക്കാണ് π ബൈ ഒമേഗ കൊടുക്കുന്നത്. ഇ റൈസ് ടു മൈനസ് എസ് π ബൈ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അടുത്തെന്താണ്? മൈനസ് എസ് സൈൻ ഒമേഗ ടിക്ക് π ബൈ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ π ബൈ ഒമേഗ. ലോവർ ലിമിറ്റ് 0 കൊടുക്കുകയാണ്. സൈൻ 0 0 ആണ്. അപ്പൊ അത് വേണ്ട അല്ലെ? ലോവർ ലിമിറ്റ് 0 മൊത്തം കൊടുക്കണമല്ലോ. ഇതിപ്പോ അപ്പർ ലിമിറ്റിന്റെ കാര്യം ആയതേ ഉള്ളൂ. അപ്പർ ലിമിറ്റ് മൊത്തം കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് 0 ആദ്യം ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കണം. മൈനസ് ഇ റൈസ് ടു 0 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 0 വരുമ്പോ സൈൻ 0 0 അതില്ല. കോസ് 0 1 ആണ്. അപ്പൊ ഇവിടെ മൈനസ് ഒമേഗ ഉണ്ട് അല്ലെ? ഇത്രയും വരും. ഇനി എന്ത് ചെയ്യാം? ആ എസ് സ്ക്വയർ പ്ലസ് നമുക്ക് വാല്യൂ കൊടുക്കാം. ഒമേഗ ഒമേഗ ക്യാൻസൽ ആവും. ഇവിടെ ഒമേഗ ഒമേഗ ക്യാൻസൽ ആവും. എന്താണ്? സൈൻ π സൈൻ n/0 ആണ്.
അപ്പൊ സൈൻ പൈയും 0 ആണ്. അപ്പൊ ഈ ടേം 0. കോസ് പൈ എന്താണ്? -1 ആണ്. കോസ് 180 -1 ആണ്. അപ്പൊ ഇത് പ്ലസ് ഒമേഗ എന്ന് വരും. അപ്പൊ e ബൈ 1 മൈനസ് e റൈസ് ടു മൈനസ് 2 π s ബൈ ഒമേഗ ഇൻറ്റു e റൈസ് ടു മൈനസ് π s ബൈ ഒമേഗ. ഒന്ന് തിരിച്ചെഴുതുന്നേ ഉള്ളൂ. ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി എന്താണ്? ഒരു ഒമേഗയും കൂടെ ഉണ്ട്. ഒമേഗ പ്ലസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യാം? ഒമേഗ കോമൺ ആണ്, വെളിയിലെടുക്കാം. അതേപോലെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറും വെളിയിലെടുക്കാം. അപ്പൊ എന്ത് വരും? ഈ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2 π s ബൈ ഒമേഗ. കണ്ടോ? ഇനി എന്ത് വരും? ഈ ഒമേഗ വെളിയിൽ പോയി, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വെളിയിൽ പോയി. ബാക്കി എന്താണ്? ഇ റൈസ് ടു മൈനസ് π s ബൈ ഒമേഗ പ്ലസ് 1 അങ്ങ് വരും. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ഇതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആവുമല്ലോ. മാക്സിമം സിംപ്ലിഫൈ ആയിട്ട് ചെയ്ത് വയ്ക്കുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്? ഈ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇതെന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതായത് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് π s ബൈ ഒമേഗയും 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് π s ബൈ ഒമേഗയും ഇൻറ്റു അതെന്താണ്? 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് π s ബൈ ഒമേഗ. അപ്പൊ ഈ പ്ലസ് വരുന്ന ടൈം വെട്ടിപ്പോകുമല്ലോ. അപ്പൊ ഈ പ്ലസ് വരുന്ന ടൈം വെട്ടിപ്പോയിട്ട് നമ്മുടെ ആൻസർ എന്താണ്? ഈ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് π s ബൈ ഒമേഗ എന്ന് കിട്ടി. കണ്ടോ? നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ പീരിയോഡിക് ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.